ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. വാതിൽ തുറന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇന്നലെ വെള്ളപ്പത്തിന് അരച്ച് വെച്ച മാവ് കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പുറത്ത് തണുപ്പാറാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് പോയിട്ട് കുളിച്ചിട്ട് നമ്മൾ കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് മഴയായ കാരണം പുറത്തത്തെ പണിയൊന്നും നടക്കില്ല കേട്ടോ. ഇന്ന് ശനിയാഴ്ച ആയിട്ടേ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം നല്ല നേരം വൈകിട്ട് എണിച്ചിട്ടുള്ളത്. പുറത്ത് നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പം നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ കിടക്കാനായിട്ട്. അരച്ചു ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ മാത്രമേ എണിച്ചിട്ടുള്ളൂ. ഇന്നലെ വെള്ളയപ്പം ഗ്രീൻ പീസ് കറി ആയിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളയപ്പത്തിലേക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വെള്ളയപ്പമായ കാരണം കൊണ്ട് അച്ഛന്ന് നീച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവൻ്റെ മുഖം ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ ഇന്നും വെള്ളയപ്പാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. വെള്ളയപ്പത്തിനും ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വയ്ക്കുമ്പോൾ എന്തായാലും കുറച്ച് മാവ് നമുക്ക് ബാക്കി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നും വെള്ളയപ്പം ആക്കിയത് കേട്ടോ. എന്തായാലും ആൾ നല്ല ഉറക്കത്തിലാണ്, എണിച്ചിട്ടൊന്നുമില്ല. എണിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള കുറ്റം പറച്ചിലൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പിടിക്കണം. പിന്നെന്താ, അടുപ്പത്തുള്ളവരൊക്കെ ആവുമ്പോഴേക്കും സവോള വഴറ്റാനുള്ള 2-3 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ടേ നമ്മൾ ഈ സ്ലൈസർ ഉണ്ടല്ലോ അതിലാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്ലൈസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചപ്പോഴേ ഞാനൊരു കപ്പിൽ ഗ്രീൻ ടീ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് ഈ പണിയുടെ ഇടയിലൊക്കെ അതൊന്ന് കുടിക്കണം. പിന്നെ ചായ തളിച്ചപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ദോശക്കല്ലിലാണ് കേട്ടോ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ വെള്ളയപ്പച്ചട്ടിയൊക്കെ ആകെ പഞ്ചറായിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഒഴിച്ചാലൊന്നും പെട്ടെന്ന് അങ്ങ് കിട്ടൂല. അപ്പോൾ ഞാൻ ഈ ഫ്രൈ പാനിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ വരില്ല, എന്തെങ്കിലും കൂടിയിട്ട് ടേസ്റ്റൊക്കെ സെയിമാണ് കേട്ടോ. ഇനി പുതിയൊരു വെള്ളയപ്പച്ചട്ടിയൊക്കെ വാങ്ങിക്കണം, നോൺ സ്റ്റിക്കിൻ്റെ. അതാവുമ്പോൾ പൂ പോലുള്ള വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ. പല ഡിസൈനിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഞാൻ പൂവ് പോലെയുള്ള ഷേപ്പിലൊക്കെ തന്നെ ഉണ്ടാക്കാറ്. അത് കുട്ടികൾക്ക് കാണുമ്പോഴും കഴിക്കാനും അപ്പോൾ ഒരു താല്പര്യം കൂടും. അങ്ങനെ ഇതാ വെള്ളയപ്പം ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളയപ്പത്തിലേക്ക് മാവ് അരയ്ക്കുമ്പോഴേ കുറച്ച് കൂടുതൽ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സോഫ്റ്റിലുള്ള വെള്ളയപ്പം കിട്ടും കേട്ടോ. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒടിച്ചാലും പിടിച്ചാലും ഒന്നും ഒരു കേടും വരാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു 5-6 വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ, മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇന്ന് ചോറിൻ്റെ പണിയൊന്നും ഇപ്പം തന്നെ ഉണ്ടാവില്ല കേട്ടോ, കാരണം ഉച്ചയായിട്ടുണ്ട്. അപ്പോഴാണല്ലോ നമ്മുടെ രാവിലത്തെ ചായ കുടി. നേരം വൈകിട്ടാണല്ലോ എണിച്ചിട്ടുള്ളത്. അപ്പം ഇനി ചോറിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ വൈകിട്ട് ചെയ്യുള്ളൂ. ഇന്നിപ്പോൾ കുറേ നേരം കിടന്ന കാരണം കൊണ്ട് ഇന്ന് ഉച്ചക്കലത്തെ കിടത്തൊന്നും ഉണ്ടാവില്ല. ഇനി ഇതാ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ സവോള അതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ഗ്രീൻ ടീ കുടിക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സവോള വഴറ്റുമ്പോഴേ 2 പച്ചമുളകും ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും ഒരു വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഇതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ മസാലയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക. പിന്നെ തക്കാളി നമ്മൾ അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ 4 കഷ്ണമൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പുഴു എങ്ങാനും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ തക്കാളി മുറിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. ചിലപ്പോൾ ചില തക്കാളിയിൽ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അത് കട്ട് ചെയ്താൽ അറിയാം അതിൽ വെള്ള പുഴുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കാരണം എനിക്ക് ഭയങ്കര അറപ്പാണ്. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് നോക്കി വീക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മുടെ തക്കാളി ഓരോ കറിയിലൊക്കെ ഇടുകയുള്ളൂ കേട്ടോ. ഇന്നാളൊരു ദിവസം പച്ചമുളക് കട്ട് ചെയ്ത് നോക്കുമ്പോണ്ട് പച്ചമുളകിൻ്റെ അകത്ത് പുഴു. ഞാനും വിചാരിച്ച് ഇത്രയും എരിവുള്ള പച്ചമുളകിൻ്റെ ഉള്ളിൽ എങ്ങനെ ഈ പുഴു ഇരിക്കണേ, ജീവൻ കൊടുക്കണേന്ന് വിചാരിച്ചേ. കലികാലം തന്നെ, അല്ലാണ്ട് എന്ത് പറയാനാണല്ലേ. അപ്പോഴേ നമ്മുടെ സവോള മസാലയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ ഈ തക്കാളി അരച്ച പേസ്റ്റ് അതിലോട്ട് ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ആ തക്കാളിയുടെ പച്ചച്ചോവ നന്നായിട്ട് വഴറ്റി മാറ്റിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ മുട്ട പുഴുങ്ങിയതൊക്കെ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ തക്കാളിയുടെ പച്ചച്ചോവ ഉണ്ടല്ലോ നന്നായിട്ട് കറിക്ക് കുത്തൂട്ടാം. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴും ഒരു പീസ് ഞാൻ അങ്ങ് ആദ്യം കഴിക്കൂട്ടാ. അതൊരു ശീലമായി പോയതാണ്. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒത്തിരി ഗ്രേവിയിലൊന്നല്ല എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചായയൊക്കെ കൊടുന്ന് വെച്ചപ്പോഴേ അച്ചുവിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സുഖത്തിൽ അവൻ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്നാൽ വേണ്ട, ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. കാരണം സ്കൂളൊക്കെ ഉള്ളപ്പോൾ നേരത്തൊക്കെ എഴുന്നേൽക്കണം
ഉള്ളതല്ലേ എന്നാൽ അവൻ്റെ ഇഷ്ടത്തിന് ഉറങ്ങി എണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ ചായയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റും വെള്ളയപ്പൊക്കെ കൂടിയിട്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാണ് ഉമ്മറത്ത് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടത് കേട്ടോ. അപ്പോൾ പോയി നോക്കുമ്പോൾ പോസ്റ്റ്മാൻ ആയിരുന്നേ. അപ്പോൾ നമുക്കൊരു സാധനം പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും പറയാം കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ചോറൊക്കെ വെച്ചു, അതങ്ങ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ മെഷീനിലിട്ടു. പിന്നെന്താ അടിച്ചോരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. പോസ്റ്റ്മാൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടിട്ടാണ് അച്ചുട്ടി എണിച്ചത് കേട്ടോ. പിന്നെ അതാ അവൻ കിടന്നിട്ട് തന്നെ ഫോണിലും കളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കോണിയമ്മ ഏട്ടൻ്റെ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്നും അലമാറയിലോട്ട് എടുത്തു വെച്ചിട്ടില്ല, കാരണം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് നല്ല വെയിലത്തിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് എടുത്തു വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ ഇതുപോലെ ഒരു കൊട്ടയിൽ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ സ്ഥലം ഒഴിഞ്ഞിട്ട് വേണം അടുത്ത സെക്ഷൻ ഇവിടെ കൊടുന്നിടാനായിട്ട്. അപ്പോൾ പുറത്തള്ളുമെന്ന് ഞാനിതാ ഒരുവിധം ഉണങ്ങിയതാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൽ കൊടുന്നിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കഴുകിയതൊക്കെ പുറത്ത് കൊണ്ടിടാനുണ്ട് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാവും അവസ്ഥ. അവിടെ ഇവിടെയൊക്കെ തുണികളുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഇന്നത്തെ ലോഡായിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അതും കൂടി അവിടെ പുറത്തൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുവിധം പണികളൊക്കെ അവസാനിക്കും. പണിയൊക്കെ തീർന്നെന്ന് പറയാനായിട്ടില്ല കേട്ടോ. ഇന്ന് കറി ഉണ്ടാക്കാനുണ്ട്. ചോറ് പിന്നെ നേരത്തെ വെച്ചല്ലോ. അപ്പോൾ അതാ ചെറിയൊരു കുമ്പളങ്ങയുടെ കഷ്ണം ഉണ്ടായിരുന്നു, അതും പരിപ്പും കൂടിയിട്ടൊരു തേങ്ങ അരയ്ക്കാതെ ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കണം. അച്ചുട്ടിക്ക് എന്തായാലും ഒരു പച്ചക്കറി നിർബന്ധമാണല്ലോ. എനിക്ക് ഇന്നലത്തെ മീൻകറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അത് മാത്രം മതി. പിന്നെ ഉണ്ടല്ലോ ഈ പച്ച കുമ്പളങ്ങ കഴിക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയിൽ വെച്ചത് ഞാൻ കഴിക്കുകയില്ല. പിന്നെ നമുക്ക് പച്ചക്കറി എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട്. പിന്നെന്താ, നമ്മൾ മിനിയാന്ന് വാങ്ങിച്ച പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, അതിലൊരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. ഇപ്രാവശ്യം നന്നായിട്ട് മാങ്ങ ഉണ്ടായി തോന്നുന്നുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഈ മാങ്ങയുള്ളൂ. അതും ഒരുപാട് വിലയൊന്നും കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വണ്ടിക്കാരുടെ അടുത്തൊക്കെ 2.5 കിലോനൊക്കെ 100 ഒക്കെ കിട്ടാനുണ്ട്. എന്നാൽ ഫ്രൂട്ട്സ് കടയിൽ പോയാലോ മാങ്ങയ്ക്ക് ഇല്ലാത്ത വില ഉണ്ടാവില്ല. അങ്ങനെ വർത്താനം പറഞ്ഞിട്ടേ നമ്മൾ മാങ്ങ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ അച്ചട്ടിക്ക് ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചെടുക്കുന്നുണ്ട്. അവ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും ഇവിടെ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാനൊരു തക്കാളിയുടെ പകുതിയും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ടാണ് 3 വിസിൽ വരെ അടിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഒന്ന് വറവിടേ വേണ്ടുള്ളൂ. പിന്നെ ഇന്നലെ വാങ്ങിച്ച മത്തിയിൽ ഒരു 3-4 എണ്ണം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രീസറിലുള്ളത് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആവുകയും ചെയ്തല്ലോ. അപ്പോൾ അതോടുകൂടി തന്നെ മീൻ വറുക്കലും കഴിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ തണുപ്പ് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ചൂടാക്കൂട്ട. ആ തണുപ്പൊക്കെ ഒന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ വേറിട്ട് കിട്ടും. പിന്നെ ആ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് 2-3 കഴുകി കഴിഞ്ഞാൽ നോർമൽ മീനാവും കേട്ടോ. പിന്നെ അതിലതാ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലതാ വേറെ കൊടുക്കണം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കറി ഒന്ന് വറവിടണം. കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിടുക. പിന്നെ നമ്മുടെ മത്തി പൊരിക്കണം. പിന്നെന്താ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി വന്ന കറിവേപ്പില ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില ദിവസം അത് മുറ്റത്ത് പോയി പൊട്ടിക്കാനുള്ള മടി കൊണ്ട് വേപ്പില ഇടാതെയും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിലിടയ്ക്ക് ചമ്മന്തി പൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും കറികളൊക്കെ ആയി. പാത്രങ്ങളൊക്കെ കഴുകാളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇതാ സ്റ്റൗവൊക്കെ തുടച്ചു, അടുക്കളയൊക്കെ ഒന്ന് തുടച്ചു. ഇനി അച്ചുട്ടിക്ക് ചോറ് വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ചോറ് വാരി കൊടുക്കണം. മാങ്ങയൊക്കെ തിന്ന കാരണം കൊണ്ട് എനിക്ക് വല്ലാണ്ട് വിശക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചോറ് കഴിക്കില്ല, ഇനി വൈകിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഇനി അച്ചുട്ടിക്ക് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്